ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അത് നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മുടെ കിച്ചൺ റാക്ക്, അതുപോലെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ടേക്കണ ഡപ്പ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യാനൊക്കെ മടിയായിക്കാരം. അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്താൽ അത് നല്ലൊരു യൂസ്ഫുൾ ആവും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറും. അപ്പോൾ അത് വെച്ചിരുന്ന ഗ്ലാസിൻ്റെ ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അതിലെ സാധനങ്ങളൊക്കെ ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡപ്പയിലൊക്കെ ചളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പാക്കറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന വേറൊരു സൈസ് ഡപ്പ ഉണ്ടായിരുന്നു, വേറൊരു ഡപ്പ ഇരുന്നീനും. അപ്പോൾ അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചധികം മസാലപ്പൊടികളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ, അപ്പോൾ അതിനാവശ്യാനുസരണം എടുത്ത് വെക്കാറാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം ഇങ്ങനെ എടുത്ത് സ്റ്റോർ ചെയ്യലാണ് ഞാൻ പതിവ്. അപ്പോൾ നമ്മുടെ കിച്ചൺ എത്ര ചെറുതായാലോ ഒന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചാവും നമ്മുടെ കിച്ചണിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരേ സൈസ് ഡപ്പൊക്കെ കിട്ടിയാൽ നമുക്കിതുപോലെ വലിയ കാശൊന്നും ആവില്ല. ഇതേപോലത്തെ രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ കിച്ചണ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കാലം വരെയും സൂക്ഷിക്കാനും നല്ലൊരു ഇതായി കിട്ടും തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ മസാലപ്പൊടികളൊക്കെ ഇതേപോലുള്ള പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ നമുക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതിലൊക്കെ നനവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണക്കിയെടുത്തിട്ട് പാത്രങ്ങളിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ പിന്നെ നമ്മൾ കറികളിലൊക്കെ ഇടുന്ന മസാലപ്പൊടികൾ ഉണ്ടാവില്ല, അതിന് ചെറിയ ബൗളുകളുണ്ട് കേട്ടോ. അതിലെടുത്തിട്ടുണ്ട് മീറ്റ് മസാല, അതുപോലെ സാമ്പാർ പൊടി, ഫിഷ് മസാല. നമ്മളിങ്ങനെ കറികളൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ. ചിലവരൊന്നും ഈ പൊടികളൊന്നും കൂട്ടുള്ള സാധനം നമ്മൾ മഞ്ഞൾ, മല്ലിമുളക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഉണ്ടെങ്കിൽ അധികം നമ്മൾ കറിക്ക് ടേസ്റ്റ് കൂട്ടാം. അപ്പോൾ ഞാൻ ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി വൈറ്റ്നർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വൈറ്റ്നർ ഇല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ പാക്കറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലിട്ട് വെച്ചാൽ മതി കേട്ടോ, ചെറിയൊരു അടയാളത്തിന് വേണ്ടിയിട്ട്. അപ്പം മീറ്റ് മസാലയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു പിക്ചർ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലിട്ട് വെച്ചാൽ നമുക്കൊന്ന് അറിയാൻ എളുപ്പമായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പൊടികളും കൂടെ മിക്സ് ചെയ്ത് മാറിപ്പോകാനൊക്കെ നമുക്ക് ചാൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആവും. കിച്ചൺ അറേഞ്ച്മെൻറ്റൊക്കെ നല്ലൊരു ഉപകാരപ്പെടും കേട്ടോ. അപ്പം ഇനി ഇതേപോലെ പിക്കിൾ പൗഡറൊക്കെ കേട്ടോ, അതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതേപോലെ ഗരം മസാല, അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ തന്നെ എഴുതി വെക്കുക. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ടൈം ലാഭിക്കാനും എല്ലാത്തിനും നല്ല യൂസ്ഫുള്ളായി കിട്ടും കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന ടൈമിലൊക്കെ മക്കളൊക്കെ സ്കൂൾ വിടുന്ന സമയത്ത് ഇതൊന്നും തിരഞ്ഞ് ടൈം കളയണ്ട, ഇങ്ങനെയൊക്കെ എഴുതി അറേഞ്ച് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നോക്കിയെടുക്കാവുന്നതാണല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല സമയ ലാഭം, അതുപോലെ സാധനങ്ങളുടെ അറേഞ്ച്മെൻറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുള്ളായി കിട്ടും ചെയ്യും. അങ്ങനെ ആ പാക്കറ്റുകളൊക്കെ ഡപ്പയിലൊക്കെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആഴ്ചകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം കേട്ടോ. എത്ര സൗകര്യം ഇല്ലെങ്കിലും കിച്ചണ് ചെറുതോ വലുതോ ഒക്കെ ആയാലും നമുക്ക് കുഴപ്പമില്ല. ഈ രീതിയിലൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ, എന്നാൽ തന്നെ നമുക്കൊരു മനസ്സിനും കാണുമ്പോൾ തന്നെ നല്ലൊരു തൃപ്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലൊരു സ്ക്വയറിലുള്ളൊരു ബോക്സാണ് കേട്ടോ ഒരു പാത്രം പറയാം. അപ്പോൾ നമുക്ക് സ്ഥലപരിമിതികളുണ്ടെങ്കിൽ ഇങ്ങനൊരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മളെ ഗ്ലാസിൻ്റെ റാക്കാണ് എനിക്കുള്ളത്, അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ആക്കി വെച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലീനായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.